ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ വെക്കേഷൻ ടൈമല്ലേ, അപ്പോൾ നമുക്കൊരു ട്രിപ്പ് പോയാലോ? അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച വെക്കേഷൻ ട്രിപ്പ് ഇതാ റെഡിയായി. കൊടൈക്കനാൽ, പളനി, കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ വ്യൂവിന് ഭയങ്കര മൂഡൗട്ടായിരുന്നു, കാരണം അവന് ബസ് തീരെ ഇഷ്ടമില്ല. അപ്പോൾ അവനൊന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഡാൻസ് പരിപാടിയൊക്കെ ചെയ്തു. ദെൻ നമ്മളിതാ കൊടൈക്കനാൽ മല കയറി. ഫസ്റ്റ് തന്നെ കൊടൈക്കനാലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ റൂമിലൊക്കെ എത്തി, വേഗം തന്നെ ഫ്രഷായി. കാരണം ഒരുപാട് സ്ഥലങ്ങൾ കൊടൈക്കനാൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ കൃത്യമായിട്ട് സ്ഥലങ്ങൾ കാണണമെങ്കിൽ വേഗം തന്നെ റെഡിയായി പോകണ്ടേ. അപ്പം അങ്ങനെ വ്യൂവിനൊക്കെ റെഡിയാക്കി. ദെൻ പിന്നെ അവിടുത്തെ ഒരു ബസ്സായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അതായത് അവിടുത്തെ ഒരു റൂളാണ്, കൊടൈക്കനാൽ അവരുടെ രീതിയിലുള്ള ബസ്സിലേക്കാണ് പിന്നെ സ്ഥലങ്ങൾ കാണാൻ പോകേണ്ടത്. അപ്പോൾ ഇതാ കുറേ സൂയിസൈഡ് പോയിൻറ്റും എല്ലാം ഏകദേശം ഒരേ ഒരു പാറ്റേൺ ഉള്ളൊരു ഏരിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എല്ലാം എന്താണ്, ഒരു സൂയിസൈഡ് പോയിൻറ്റും മലകളും ആ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറേ പൈൻ ഫോറസ്റ്റും എല്ലാതൊന്നും എനിക്ക് വീഡിയോസിൽ പിടിക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ജനക്കൂട്ടമുണ്ട് അവിടെ. കാരണം വെച്ചാൽ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയത് കാരണം തന്നെ നമ്മൾ ഒരുപാട് നടക്കേണ്ടി വന്നു. കാരണം ട്രാഫിക് ആയതുകൊണ്ട് അവർ പറഞ്ഞു ഇവിടെ ഇറങ്ങണം, നമ്മൾ നടക്കണം എന്നൊക്കെയായിരുന്നു. അപ്പോൾ നടന്ന് ഭയങ്കര ക്ഷീണിച്ചു പോയി. ദെൻ പിന്നെ ഞാൻ പോകുന്നത്, ഞാൻ ഇപ്പോൾ പറയുന്നത്, അതായത് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള ഗുണാ കേവിലേക്കാണ് പോകുന്നത്. അതായത് മഞ്ഞുമൽ ബോയ്സ് ഷൂട്ട് ചെയ്ത നമ്മുടെ സ്ഥലം. അപ്പോൾ വ്യൂവിനെ തോളത്തിൽ കയറ്റി ശുദ്ധമായിട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ക്ഷീണിച്ചു, കാരണം വെച്ചാൽ ഒരുപാട് നടക്കണം. ഞാൻ പറഞ്ഞല്ലോ, ട്രാഫിക് ബ്ലോക്ക് കാരണം നമ്മളെ നടത്തിപ്പിച്ചു. അതായത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. അവിടെയാണെങ്കിൽ ഭയങ്കര ജനത്തിരക്കായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ടൂറ് പോയിട്ടുണ്ടായിരുന്നത് കൊടൈക്കനാൽ. അപ്പോൾ ഇത്രയൊന്നും ആൾ ഉണ്ടായിരുന്നില്ല. ഇതൊരു വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നത്. ദെൻ നമ്മുടെ ആ സ്ഥലം ഇതിൻ്റെ അടിയിലായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ സുഭാഷ് പോയിട്ടുണ്ടായിരുന്നത്. സുഭാഷ് എന്നൊക്കെ അങ്ങോട്ട് ഒച്ചത്തിലൊക്കെ വിളിച്ചു. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് മര്യാദയ്ക്ക് എനിക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ ക്ലാരിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ദെൻ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കൊടൈക്കനാൽ ലേക്കിലേക്കാണ്. പിന്നെ കുറേ ഫോട്ടോസ് നമ്മുടെ ഈ ഗുണാ കേവിൻ്റെ പ്ലേസിൽ നിന്ന് എടുക്കാൻ പറ്റി. അത് മാത്രമേ എനിക്കൊരു ഹാപ്പിനെസ് ഉള്ളൂ. ഇതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണത്. ദെൻ ആയിട്ടുള്ള ഒരൊറ്റ ഫോട്ടോ എനിക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവൻ എൻ്റെ കൂടെ മര്യാദയ്ക്ക് നിന്നിട്ടേ ഇല്ല, കരച്ചിൽ. പിന്നെ അത് രാവിലെയായപ്പോൾ നമ്മൾ നടക്കാൻ പോയി. അപ്പോൾ ഞാൻ പറയുകയാണ്, അതായത് സെറ്റർ എടുത്താൽ മതിയായിരുന്നു. കാരണം അങ്ങനെ പുറത്ത് കാണുമ്പോൾ വലിയൊരു കോട മഞ്ഞില്ലെങ്കിലും നമ്മൾ ഇറങ്ങി നടന്നപ്പോഴാണ് അതിൻ്റെ ഒരു തണുപ്പ് നമുക്ക് കിട്ടിയത്. അങ്ങനെ ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറി. അടിപൊളി ഫുഡായിരുന്നു. തമിഴ് മച്ചാന്മാരുടെ ഫുഡ് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബിഹേവിയറാണ് നമ്മളോട്, നല്ല സ്വഭാവമാണ്. അപ്പം വ്യൂവിനോട് ഹായൊക്കെ പറഞ്ഞ് അവൻ തിരിച്ച് ഹായൊക്കെ തന്നു. അപ്പം അടുത്ത എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പളനി ആൻഡ് കോയമ്പത്തൂർ വീഡിയോ ആണ്. ഓക്കെ, ബൈ.